കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യൻ എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടത് ഒരു ഹ്രസ്വരൂപമാണ്. ഇന്നത്തെ വായനയുടെ ഒരു ഹ്രസ്വരൂപം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് വായിച്ച് ധ്യാനിക്കേണ്ട ഒരധ്യായം, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മളിവിടെ കേട്ടുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം. അവിടെയാണ് നമ്മൾ ജന്മന അന്ധനായ ഒരു വ്യക്തിയെക്കുറിച്ച് വിവരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അവന് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവന് ലഭിച്ചത് കാഴ്ചയാണ്. ഫരിസേയരും നിയമജ്ഞരും അത് അംഗീകരിച്ചില്ല. കാരണം അവർ യേശുവിലും കുറ്റം കണ്ടുപിടിച്ചു, ഈ സൗഖ്യം പ്രാപിക്കാൻ പോയ അന്ധനിലും കുറ്റം കണ്ടുപിടിച്ചു. അവർ പറഞ്ഞു, ഇതെല്ലാം ചെയ്തത് ഒരു സാബത്ത് ദിവസം ജോലി ചെയ്യാവോ? അപ്പോൾ ആ സാബത്ത് ലംഘിച്ചവൻ, അവനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഈ നിയമം അതിനുവേണ്ടി വാദിച്ച് ജീവിച്ച ഒരു പറ്റം ആൾക്കാരെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കേട്ടു, ജസ്സയുടെ കുടുംബത്തിലേക്ക് പോകാൻ ദൈവം സാമുവേലിനോട് ആവശ്യപ്പെട്ടു. കുഴലിൽ തൈലമെടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം. സാവൂൾ കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിക്കാതെ ദൈവത്തിന് അനിഷ്ടമായ കാര്യം ചെയ്തു. അതുകൊണ്ടാണ് 1 സാമുവേൽ 15-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അമലേക്യർക്കെതിരെയുള്ള യുദ്ധത്തിന് ദൈവം ആവശ്യപ്പെട്ടതാണ്. നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു, കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കണ്ടല്ലോ, സാമുവേൽ എപ്പോഴെല്ലാം കർത്താവ് അരുത് എന്ന് പറഞ്ഞപ്പോൾ ചെയ്തില്ല. ചെയ്യാൻ പറഞ്ഞതാണ് സാമുവേൽ ചെയ്തത്. അതുകൊണ്ടാണ് ആദ്യത്തെ 7 പേർക്ക് ദൈവം സെലക്ഷൻ കൊടുത്തില്ല. വീട്ടുകാരൊക്കെ വിചാരിച്ചു ഇവരാരിലെങ്കിലും ഒരാളായിരിക്കും രാജാവാകാൻ പോവുക. സെലക്ഷൻ കൊടുത്തില്ല. അവിടെ ഫീൽഡിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരാളൂടെ ഉണ്ടായിരുന്നു. അവനെ കുടുംബം അവഗണിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിനക്ക് പറ്റിയ പണി ആടുകളെ മേയിക്കുക, പൊക്കോളാൻ പറഞ്ഞു. ബാക്കിയുള്ളവരവരുടെ സൗന്ദര്യമൊന്നും കളയാതെ വീടിനകത്ത് തന്നെയാണ്. ഇനി അങ്ങനെ ഇരുന്ന ആ സാഹചര്യത്തിൽ ദൈവം സെലക്ട് ചെയ്തത് ആരെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ദാവീദ് വരുന്നിടം വരെ നോ പറഞ്ഞുകൊണ്ടിരുന്നു. ദാവീദ് വന്ന് കയറിയപ്പോഴേ ദൈവം ആവശ്യപ്പെട്ടൊരു കാര്യം, ഇനി നീ കുഴലിലെ തൈലമെടുത്ത് അവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സന്ദേശം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യരുത്. ദൈവവുമായിട്ട് ആലോചന ചെയ്യാതെ ഒരു കാര്യത്തിലേക്കും പോകരുത്. ഇതൊക്കെ മാനുഷികമായ നമ്മുടെ പ്രവണതകളാൽ നയിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. 1 സാമുവേൽ 16-7 നമ്മൾ വായിച്ചു കേട്ടതാണ്. മനുഷ്യർ ബാഹ്യഭാവം നോക്കും, കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഹൃദയഭാവം നോക്കും. നമ്മുടെയൊക്കെ ശ്രദ്ധ എന്തിലാണ്? കർത്താവ് കാണുന്നതിലാണോ മനുഷ്യർ കാണുന്നതിലാണോ? നമ്മളൊക്കെ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായിട്ട് കാണപ്പെടാൻ ആഗ്രഹിക്കും. അതിന് വെൽ ഡ്രസ്ഡായിട്ട്
മാക്സിമം സൗന്ദര്യമുള്ളവരായിട്ട് മാറാൻ നമ്മൾ പരിശ്രമിക്കും. ഹൃദയഭാവം അത് അവഗണിച്ച് അതാരാ കാണാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണോ? നമുക്കറിയാമല്ലോ, സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഛേദിക്കുന്നത് തെറ്റാണെന്ന് ഹെറോദേസ് രാജാവിന് അറിയായിരുന്നു. സ്നാപകൻ അവനെ ഒരു നീതിമാനായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഹെറോദേസ്. പക്ഷെ അവന് പറ്റിയത് മനുഷ്യരെ മാനിച്ചു. സദസ്സിൽ വെച്ച് അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, അതിന് നിറവേറ്റുന്നില്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് പുല്ലുവിലയായിരിക്കും. അത് വേണ്ട, നീ ദൈവത്തെ മാനിക്കാതെ കണ്ട് മനുഷ്യരെ മാനിച്ച് അവൻ ഓർഡർ ഇട്ടു സ്നാപക യോഹന്നാൻ്റെ തല വെട്ടിക്കൊണ്ടുവരിക. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസിൻ്റെ കാര്യം. ഗലാത്യർ 1:10 അവിടെ പറയപ്പെട്ടിരിക്കുന്നത്, ഞാൻ മനുഷ്യരെ മാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നും കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. ഒരു ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ മനുഷ്യരെ മാനിക്കുന്നതിനേക്കാൾ ദൈവത്തെ മാനിക്കുന്ന വ്യക്തികളായി മാറണം, ദൈവത്തെ അനുസരിക്കുന്നവരായി മാറണം, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മാറുക. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം ആഭരണഭൂഷിതരായിട്ട് നടക്കാൻ പറ്റും. വെൽ ഡ്രസ്ഡായിട്ട് നല്ല വടിവത്ത ഡ്രസ്സൊക്കെ ധരിച്ച് നമുക്ക് നടക്കാൻ പറ്റും. മനുഷ്യരൊക്കെ നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞേക്കാം, കുലീനത കൽപ്പിച്ചേക്കാം, ഇതൊക്കെ ചെയ്തേക്കാം. പക്ഷേ ഹൃദയഭാവം നോക്കുന്ന കർത്താവിൻ്റെ കണ്ണുകളിൽ നമുക്ക് എന്ത് വിലയുണ്ട്? കർത്താവ് നമുക്ക് എത്ര മാർക്കിടും? അതാണ് നമ്മൾ ദൈവമക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ 2ാം വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, ഒരു കാലത്ത് നമ്മൾ അന്ധകാരത്തിലായിരുന്നു എന്നല്ല പറഞ്ഞ്, അന്ധകാരമായിരുന്നു. ഇന്ന് നമ്മൾ പ്രകാശമായി മാറിയിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമുള്ളവനാണ് എന്നല്ല പറഞ്ഞ്, ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ദൈവമക്കളായി നമ്മൾ ലൂക്കാസ് സുവിശേഷകൻ കൃത്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. ശരീരം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് പ്രകാശമുള്ളവരായിട്ട് മാറാൻ പറ്റും. അതല്ല, പ്രകാശമായി മാറണമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. ഇവിടെ ശരീരത്തിൻ്റെ ഓരോ സന്ധിബന്ധവും ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം. എഫേസ്യസ് 4-ാം അധ്യായം 16-ാമത്തെ വചനം വായിച്ചാൽ, നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കണോ? കണ്ണുകളെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റണോ? ചിന്തകളെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റണോ? പറ്റണമെങ്കിൽ ഇവയെല്ലാം ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം. നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ പ്രസംഗം കേട്ടാലും ധ്യാനത്തിന് പോയാലും വേണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് പോകാം, കുറേ അറിവ് സമ്പാദിച്ച് പോകാം. അതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതം രൂപപ്പെടുക. ഇവിടെ പ്രാർത്ഥനയാണേലും വേണേ ചേമ്പലെ വെള്ളം ഒഴിച്ച പോലെ ജീവിതത്തെ തൊടാത്ത പ്രാർത്ഥനകൾ ചൊല്ലിപ്പോകാൻ പറ്റും. അതല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ വലിയ ബന്ധമുണ്ടാകണം. അന്തരമല്ല ഉണ്ടാകേണ്ടത്, ബന്ധമുണ്ടാകണം. ഇനി അങ്ങനെയുള്ളവർ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. യേശുവിനെ കണ്ടവരൊക്കെ, അടുത്തറിഞ്ഞവരൊക്കെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ അധികാരമുള്ളവനാണ്, അധികാരത്തോടെ സംസാരിക്കുന്നവനാണ്, അധികാരത്തോടെ പഠിപ്പിക്കുന്നവനാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം? അവൻ ജീവിച്ച കാര്യങ്ങളാണ് പഠിപ്പിച്ചത്, പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ് അവൻ പഠിപ്പിച്ചത്. അതല്ലാതെ എൻ്റെ ജീവിതം ഒരു വഴിക്ക് പോകും, നിങ്ങൾ വേണം ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല. അമേരിക്കയിലൊരു ഫ്യൂണറൽ സർവീസ്, ശവസംസ്കാര ശുശ്രൂഷ, ആ സമയത്ത് ആ സ്ത്രീയുടെ മക്കളിലൊരാളാണ് ഇവരെക്കുറിച്ച് അവിടെ കാര്യമായിട്ട് യോളജി എന്ന് പറയും, അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് പറയും, അവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ. ഇവർ കയറി നിന്നിട്ട് ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ അമ്മ ഒരിക്കലും ഞങ്ങളെ പള്ളി വിട്ടിട്ടില്ല. ഇപ്പം എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. സാധാരണ എത്ര മോശക്കാരാണേലും നിങ്ങൾ കേട്ടിട്ടില്ലേ ശവസംസ്കാരത്തിൻ്റെ പ്രസംഗം, വലിയ കാര്യമായിട്ടേ പറയത്തുള്ളൂ, ബൊഗ്ഗയോ പറയത്തുള്ളൂ.
അതിന് ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഒരിക്കലും പള്ളി വിട്ടിട്ടില്ല. എല്ലാവർക്കും ഒരു ഷോക്ക് പോലെ അവരിങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അടുത്ത സെൻറ്റൻസ്, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാവും ഫ്രണ്ടിൽ, അമ്മയാണ് നേതൃത്വം വഹിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ഈശോയിലേക്ക് അടുപ്പിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അമ്മ. ഇവർക്ക് അധികാരമുണ്ട്. ഇവർ പള്ളിയിൽ പോകാൻ പറയുമ്പോഴും അവർക്ക് അധികാരമുണ്ട്, പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അവർക്ക് അധികാരമുണ്ട്. കാരണം അവർ ചെയ്ത കാര്യം ചെയ്യാനാണ് മക്കളോട് ആവശ്യപ്പെട്ടത്. ഈ ഒരു അധികാരം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു വ്യക്തിയല്ല യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾ യോഹന്നാൻ 9-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ 9:31 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമ്മൾ എത്ര പ്രാർത്ഥനയുടെ നീളം കൂട്ടിയാലും ബലിയർപ്പിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടിയാലും പാപം വിടാതെ കണ്ട് നമുക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തണമെങ്കിൽ പാപം വെടിഞ്ഞ് നമ്മൾ എളിയവരുടെ ആ ഒരു തലത്തിലേക്ക് വരണം. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നു, ഫരിസേരും നിയമജ്ഞരും അഹങ്കാരമാണ് അവരെ ഭരിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർ യേശുവിൽ കുറ്റം കണ്ടുപിടിച്ചു. അന്ധയാചകനിൽ അന്ധനായിരുന്ന മനുഷ്യൻ അവന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ കുറ്റം കണ്ടുപിടിച്ചു. അവനോട് ചോദിച്ചത്, നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക? ഇത്രയും അറിവുള്ള ഞങ്ങൾ, പാപിയായ നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക? മാത്രമല്ല യേശുവിലും കുറ്റം കണ്ടുപിടിച്ചു. അവനീ ചെളിയുണ്ടാക്കി കണ്ണിൽ പൂശിയത് ഏത് ദിവസമാണ്? സാബത്ത് ദിവസം. സാബത്ത് ദിവസം ആരെങ്കിലും ഇങ്ങനെ ചെയ്യാവോ? സാബത്ത് ലംഘനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പഠനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ശിഷ്യന്മാർ വിശന്നപ്പോൾ കതിര് പറിച്ച് കയ്യിലിട്ട് തിരുമി അത് ഭക്ഷിച്ചു. അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ചു. കാരണം അവർ ചെയ്തത് സാബത്ത് ലംഘനമാണ്. സാബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. കതിര് പറിച്ചത്, കയ്യിലിട്ട് തിരുമിയത്, അതെല്ലാം ജോലിയായിട്ട് അവർ കണക്കാക്കിയിരുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ ചെളി ഉണ്ടാക്കിയത്, അതൊരു അധ്വാനമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും, ലൈറ്റൊക്കെ വേണമെങ്കിൽ നേരത്തെ തന്നെ ഓണാക്കിയിടും, ഫാനൊക്കെ വേണമെങ്കിൽ നേരത്തെ ഓണാക്കിയിടും. സ്വിച്ച് ഓണാക്കുന്നത് തന്നെ ഒരു ജോലിയാണ്. അത് സാബത്തിൻ്റെ ലംഘനമായിട്ട് വരും. ഇതുപോലെ നിയമം നോക്കി നടന്ന ഫരിസേര്, നിയമജ്ഞർ, നിയമത്തിന് വേണ്ടി വാദിച്ചിരുന്ന വ്യക്തികളെ, നിയമലംഘകരെയെല്ലാം അതിഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നവർ, അവരെ തിരുത്തുന്ന യേശുവിനെ കാണാൻ പറ്റും. നിയമം പാലിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹം ജീവിക്കുക. ലൂക്ക 10:25 മുതൽ വായിക്കുമ്പോൾ ഒരു പ്രീശൻ, ലേവായൻ, മുറിവേറ്റ മനുഷ്യൻ വഴിയിൽ കിടന്നിട്ട് അവനൊന്ന് തൊടാൻ പറ്റിയോ? കാരണം അവർ പള്ളിയിൽ പോവാം. പള്ളിയിൽ പോകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അശുദ്ധരാകും. പള്ളിയിൽ പോയി ബലിയർപ്പിക്കാൻ അവർ അയോഗ്യരാകും. അതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അവർ സൈഡിൽ കൂടി അങ്ങ് നടന്നുപോയി. ഇന്നും ഈ രീതിയിൽ അശുദ്ധരാകും എന്ന് വിചാരിച്ചിട്ടല്ല, അങ്ങോട്ടൊക്കെ നോക്കിയാൽ പിന്നെ നമുക്ക് പണിയാകും. വേണേൽ അവനെ എടുത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും, അവനെന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തോട്ട് തിരിഞ്ഞങ്ങ് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നേരെ നിത്യാരാധന കപ്പാളിൽ പോയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാട് ഒരു ക്രിസ്ത്യാനിക്ക് ശരിയാണോ എന്നുള്ളത് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, കർത്താവ് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി. നമുക്കറിയാമല്ലോ, ആദിമാതാപിതാക്കൾക്ക് ജന്മം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് ചെയ്തൊരു കാര്യം, പൂഴി കൊണ്ടൊരു രൂപം ഉണ്ടാക്കി. മനുഷ്യൻ്റെ ആരംഭം പൂഴി കൊണ്ട്. വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ ചെളി കൊണ്ട് അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ്റെ ആരംഭം, അതുപോലെ തന്നെ അവന് സൗഖ്യം കൊടുത്തത്, ഇതിനെല്ലാം ഉപയോഗിച്ചത് പൂഴി. മർക്കോസിൻ്റെ സുവിശേഷം ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവന് തുപ്പി ചെളിയുണ്ടാക്കി അത് കണ്ണിൽ പുരട്ടി. തുപ്പലും ചെളിയും എന്ത് വിലയാണ് നമ്മൾ കൽപ്പിക്കാറുള്ളത്? ഒരു വിലയില്ലാത്ത കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അത് കർത്താവിൻ്റെ കരങ്ങളിൽ എത്തിയപ്പോൾ ഔഷധമായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ
കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ കർത്താവായി നമ്മൾ പൂജിക്കുന്നുണ്ടെങ്കിൽ, അതാ 1 പത്രോസ് 3:15, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക. ഇക്കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെങ്കിലും ആരോടെങ്കിലും എനിക്കെന്ത് വില, ഈ അടുക്കളയിൽ കിടക്കുന്ന എനിക്കെന്ത് വില, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗമില്ലാത്ത എനിക്കെന്ത് വില, ശമ്പളം മേടിക്കാത്ത എനിക്കെന്ത് വില, ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ള വ്യക്തിയായി ഞാൻ എനിക്കെന്ത് വില, ഇങ്ങനെ വല്ലതും ചോദിക്കേണ്ട കാര്യം വരുമോ? ഇതിൻ്റെയൊന്നും ഒരാവശ്യം വരത്തില്ല. കാരണം കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് വില നൽകുക. നമുക്കറിയാലോ, ഒരു സക്രാരി തടി കൊണ്ടുണ്ടാക്കിയതാണേലും സ്വർണം കൊണ്ടുണ്ടാക്കിയതാണേലും സക്രാരിക്ക് വില വരുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെയാണ്. ഉള്ളിലിരിക്കുന്നതിൻ്റെ വിലയാണ് യഥാർത്ഥ വില. അതുകൊണ്ടാണ് അല്ലാതെ സ്വർണം കണ്ടിട്ടല്ല നമ്മൾ കുമ്പിടാറുള്ളത് സക്രാരിയുടെ മുമ്പിൽ. അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞാണ്. ഈ യേശു നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് വിലയില്ല എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.